ഈശോയിൽ എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമുക്ക് വേണ്ടി കരുതുന്ന ഒരു കർത്താവ് ഇല്ലേ? നമ്മൾ ഒത്തിരി തവണ കേട്ടിട്ടുള്ളൊരു ഫ്രേസാണ്, എന്നെ കരുതുന്ന ഒരു ദൈവം എൻ്റെ കൂടെ ഉണ്ടെന്ന്. ഇന്ന് രാത്രി കിടന്നുറങ്ങുന്നതിന് മുമ്പ് ഒരിക്കൽ കൂടി ഈശോയിലുള്ള ആ വിശ്വാസം നമുക്കൊന്ന് ഉറപ്പിച്ചാലോ? എപ്പോഴെങ്കിലും ഒക്കെ ഇങ്ങനെ, കർത്താവ് എനിക്ക് ഇങ്ങനെ ആരുമില്ല, ഞാൻ തളരുന്നു, ഞാൻ ഒറ്റയ്ക്കായി പോകുന്നു, എനിക്ക് എൻ്റെ ഒത്തിരി ഇല്ലായ്മകളും വല്ലായ്മകളും കുറവുകളും ഒക്കെ ഉണ്ട്, ടോട്ടലി എം ടി, ഇങ്ങനെയൊക്കെയുള്ള ചില സങ്കടങ്ങളൊക്കെ നമുക്ക് വരാറില്ലേ? ഇന്ന് വന്നിട്ടുണ്ടാകാം. ഒന്നുകൂടി ഒന്ന് ഹൃദയത്തിലേക്ക് ഇത് ഏറ്റെടുത്ത് വിശ്വസിക്കാവോ? എനിക്ക് വേണ്ടി കരുതുന്ന ഒരു ദൈവം എനിക്കുണ്ട്. ചിലപ്പോൾ ഇങ്ങനൊരു വലിയ മരുഭൂമി അനുഭവത്തിൽ കൂടെയൊക്കെ കടന്നു പോകുന്നുണ്ടാകാം. സഹായിക്കാൻ ആരുമില്ല, മുമ്പോട്ട് എവിടെയാണ് എത്തേണ്ടത് അറിയില്ല, ഇനി എന്തോരം നടന്നാലാണ് ലക്ഷ്യത്തിലെത്തുന്നത് അറിയില്ല, മരുഭൂമിയാണ്, തീക്കാറ്റടിക്കുന്ന അനുഭവങ്ങളായിരിക്കാം, എല്ലാം ഉണങ്ങിക്കരിഞ്ഞ് വീണു പോകുന്ന അനുഭവങ്ങളൊക്കെ ആയിരിക്കാം. നമുക്കൊന്ന് ഒറ്റയ്ക്കായി പോവും അല്ലേ? അങ്ങനത്തെ അനുഭവങ്ങളൊക്കെ നമുക്ക് വരാം. ഈ ആകെ നിങ്ങൾ കണ്ടിട്ടില്ലേ, ഈ ചില പറമ്പുകളിലൊക്കെ ഒരു മരമൊക്കെ ആയിട്ട് ഒറ്റയ്ക്കൊക്കെ നിൽക്കുന്നത് കണ്ടിട്ടില്ലേ? കാറ്റൊക്കെ അടിച്ചിട്ടുണ്ടെങ്കിൽ ആദ്യം അത് പടർന്ന് താഴെ വീഴും. ഒറ്റയ്ക്ക് നിൽക്കുന്ന മരങ്ങളൊക്കെ ചിലപ്പോൾ പെട്ടെന്ന് താഴെ വീഴാനുള്ള സാധ്യതയുണ്ട്. ചിലതൊക്കെ കൂടുതൽ കാറ്റടിച്ച് സ്ട്രോങ് ആവാനും സാധ്യതയുണ്ട്. നമ്മളെപ്പോഴും ഇങ്ങനെയായിരിക്കും തോന്നുന്നു. ചിലപ്പോഴൊക്കെ ഇങ്ങനെ ഒറ്റപ്പെട്ട് ഒരൊറ്റ മരം പോലെ ഇങ്ങനെ നിന്നു പോകുന്ന അനുഭവങ്ങളുണ്ടാകാം. ചിലപ്പോൾ ഒരു ശക്തമായ കാറ്റ്, ഒരു പ്രശ്നം, ഒരു പ്രതിസന്ധിയൊക്കെ വന്ന് ആഞ്ഞടിച്ചാൽ ടിം കട്ടപ്പുഴയ്ക്ക് താഴെ വീണേക്കാം. ചിലപ്പോൾ ഒത്തിരി പ്രശ്നങ്ങളൊക്കെ വന്ന് 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 കാറ്റടിച്ച് വേരുറച്ചിട്ടുണ്ടാകാം. എവിടെയെങ്കിലും ആണെങ്കിൽ നമ്മൾ പക്ഷേ ചില സമയത്ത് ഇങ്ങനെ കടന്ന് ആടി ഉലയുന്ന സമയങ്ങൾ വന്നേക്കാം. ഒറ്റയ്ക്ക് നിൽക്കുമ്പോൾ, വിഷമിച്ച് നിൽക്കുമ്പോൾ ഒക്കെ ഇങ്ങനത്തെ വേദനകൾ വന്നേക്കാം. നമുക്ക് ഉറപ്പിക്കേണ്ട ഒരു കാര്യം ഇതേ ഉള്ളൂ, ഒറ്റയ്ക്കല്ല, വേരാഴ്ത്തിയിരിക്കുന്നത് ഈശോയിലാണെന്നും, കാറ്റടിച്ചാലും പൊതിഞ്ഞു പിടിക്കാൻ കർത്താവുണ്ടെന്നും, ഒറ്റയ്ക്കായി പോയാലും കൂട്ടായിട്ട് എപ്പോഴും ഈശോ വരുമെന്നുള്ളൊരു ബോധ്യം ഈശോയുടെ കുഞ്ഞിന് ഉണ്ടെങ്കിൽ പിടിച്ചു നിൽക്കാൻ പറ്റും. ഈ എംപ്റ്റിനെസ്സിൽ, ഈ ശൂന്യതയിൽ, ഈ പട്ടിണിയിൽ, ഈ ഇല്ലായ്മയിൽ എനിക്ക് വേണ്ടി കരുതുന്ന ഒരു ദൈവം ഉണ്ടെന്ന് ഒന്നും കൂടെ ഒന്ന് വിചാരിക്കാമോ? ഒന്നുകൂടെ ഒന്ന് വിശ്വസിക്കാമോ? സങ്കീർത്തനം 34:5 നമ്മളിങ്ങനെ വായിക്കുന്നില്ലേ, ഈ ഇരുട്ടത്ത് നിന്ന് കണ്ണുയർത്തുക, പ്രകാശം കിട്ടും, അവിടുത്തെ നോക്കിയവർ പ്രകാശിതരായെന്നാണ് പറയുക. ഇന്നിപ്പോൾ ഒരു ദിവസം പൂർത്തിയാക്കി, യു ആർ ലുക്കിംഗ് അറ്റ് സം പീപ്പിൾ. അപ്പായെ നോക്കിയിട്ടുണ്ടാകാം, അമ്മയെ നോക്കിയിട്ടുണ്ടാകാം, പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ നോക്കിയിട്ടുണ്ടാകാം, ഒരു ആശ്വാസത്തിന് വേണ്ടിയിട്ടായിരിക്കാം, എൻ്റെ കൂടെ നിൽക്കാമോ എന്നൊക്കെ ചോദിച്ചുകൊണ്ടായിരിക്കാം. ഞാൻ ഒറ്റയ്ക്ക് സ്ട്രഗിൾ ചെയ്യുന്ന കാണുന്നില്ലേ എന്ന് വിചാരിച്ചുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ ജീവിത പങ്കാളിയെ നോക്കിയിട്ടുണ്ടാകാം. ചിലപ്പോൾ ആർക്കും അതൊന്നും മനസ്സിലാവുന്നുണ്ടാവില്ല. നിങ്ങൾ ഈ ഒരൊറ്റ മരം പോലെ ഇങ്ങനെ ഈ കാറ്റ് മുഴുവൻ ഒറ്റയ്ക്ക് ഇങ്ങനെ ഏറ്റെടുത്ത് ഇങ്ങനെ നിൽക്കുകയാണ്, പിടിച്ചു നിൽക്കാൻ പറ്റുന്നില്ല, എപ്പോഴെങ്കിലുമൊക്കെ മറിഞ്ഞു വീഴുമെന്നൊക്കെയുള്ള പേടിയുണ്ട്, വേറെ ആഴ്ന്നിട്ടുണ്ട്. പക്ഷേ എത്ര നാൾ ഒരാൾക്ക് ഒറ്റയ്ക്ക് പിടിച്ചു നിൽക്കാൻ പറ്റും? പിടിച്ചു നിൽക്കാൻ പറ്റും. ഒറ്റയ്ക്കാക്കാത്ത കർത്താവിനെ കൂട്ടുപിടിച്ചിട്ടുണ്ടെങ്കിൽ ഈ ഇരുട്ടത്തുനിന്ന് വേറെ ആരിലേക്കും മുഖം തിരിക്കാതെ, സങ്കീർത്തനം 34:5 നമ്മൾ വായിക്കുന്നത് പോലെ അവനിലേക്ക് നോക്കുക, ഈശോയിലേക്ക് നോക്കുക, പ്രകാശം കിട്ടും. പ്രകാശം കിട്ടും ഉറപ്പായിട്ട്. ഒന്നും കൂടെ ഒന്ന് എഴുന്നേക്കാനുള്ള വെളിച്ചം എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഈശോ നിങ്ങൾക്ക് തരും. ഇത് തീർന്നു പോകത്തില്ല. ഈ എംപ്റ്റിനെസ്സിൽ നീ അവസാനിച്ചു പോകത്തുമില്ല. ഇന്ന് രാത്രി കിടക്കുന്നതിന് മുമ്പ് ഒരു വചനഭാഗം നിങ്ങളൊരു ഒരു ഹോംവർക്കായിട്ട് വായിക്കണം എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. രാജാക്കന്മാരുടെ ഒന്നാമത്തെ പുസ്തകം അതിൻ്റെ 17-ാമത്തെ അധ്യായമാണ്. നേരത്തെയൊക്കെ വായിച്ചിട്ടുള്ള വചനഭാഗമാണ്. ഏലിയായാണ് മുഖ്യ കഥാപാത്രം. ഒരു വീട്ടിലൊക്കെ ചെല്ലുന്നു, അവിടുത്തെ പട്ടിണിയുടെ അവസ്ഥയൊക്കെ, ഈ മഴയില്ലാത്ത അവസ്ഥ, അങ്ങനത്തെയൊക്കെ കുറേ സാഹചര്യമുണ്ട്. ഒരു കുഞ്ഞ് അധ്യായമാണ്, 24 വാക്യങ്ങളേ ഉള്ളൂ. നിങ്ങളൊന്ന് സമയമെടുത്തൊന്ന് വായിക്കണം കേട്ടോ. ഇന്ന് കിടന്നുറങ്ങുന്നതിന് മുമ്പ് 17-ാമത്തെ അധ്യായത്തിൽ 14, 15, 16 വാക്യങ്ങൾ ഞാൻ ഒന്ന് വായിച്ച് കേൾപ്പിക്കട്ടെ. നിങ്ങൾ ബൈബിൾ ഉണ്ടെങ്കിൽ ഒന്നെടുത്ത് ഫോളോ ചെയ്തു. ഒന്ന് രാജാക്കന്മാർ 17 അതിൻ്റെ 14 മുതൽ 16 വരെയുള്ള വാക്യങ്ങളാണ്. വചനം ഇങ്ങനെയാണ് നമ്മൾ വായിക്കുക. എന്തെന്നാൽ താൻ ഭൂമിയിൽ മഴ പെയ്യ്ക്കുന്നത് വരെ കലത്തിലെ മാവ് തീർന്നു പോവുകയില്ല, ഭരണിയിലെ എണ്ണ വറ്റുകയില്ല എന്ന് ഇസ്രായേലിൻ്റെ ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു. അവൾ ഏലിയ പറഞ്ഞതുപോലെ ചെയ്തു. അങ്ങനെ അവളും കുടുംബവും അവനും അനേക ദിവസം ഭക്ഷണം കഴിച്ചു. ഏലിയ വഴി കർത്താവ് അരുളി ചെയ്തതുപോലെ കലത്തിലെ മാവ് തീർന്നു പോയില്ല, ഭരണിയിലെ എണ്ണ വറ്റിയുമില്ല. ഈ ഒരൊറ്റ വചനഭാഗം ഒന്ന് നന്നായിട്ടൊന്ന് അടയാളപ്പെടുത്തിയിടണം. ഈ അധ്യായം മുഴുവനായിട്ടൊന്ന് വായിക്കണം. കർത്താവിൽ ആശ്രയിക്കുന്നവന് എത്ര ശൂന്യതയിലേക്ക് വന്നാലും പിടിച്ചു കയറാൻ വേണ്ടി അവസാനം ഒരു കച്ചിത്തുരുമ്പ് കർത്താവ് വെച്ചിട്ടുണ്ടാകും എന്നുള്ള ഒരു ഉറപ്പ് തരികയാണ്. കലത്തിലെ മാവോ എണ്ണയോ തീർന്നു പോവില്ല എന്ന് വെച്ചാൽ കർത്താവിൻ്റെ അനുഗ്രഹം ഒരിക്കലും അവസാനിക്കില്ല. എൻ്റെ പ്രിയപ്പെട്ട സ്വരങ്ങൾ, ഇഫ് യു ആർ ഏബിൾ ടു ബിലീവ്, നിങ്ങൾ വിശ്വസിക്കാൻ തയ്യാറാണെങ്കിൽ നിങ്ങൾക്ക് കയറാൻ വേണ്ടിയിട്ട് ഒരു പടി, ഒരു സ്റ്റെപ്പ് ഈശോയുടെ വാക്കി വെച്ചിട്ടുണ്ടാവും. ഇങ്ങനെ നിലത്തേക്ക് വീണു എവിടെയെങ്കിലുമൊക്കെ പിടിച്ച് നിൽക്കാൻ വേണ്ടി ഒരു വള്ളി കർത്താവ് ഇട്ട് തരും. ഒരു പ്രതീക്ഷയുടെ വള്ളിയായിരിക്കാം, ഒരു കുഞ്ഞു വെട്ടമായിരിക്കാം. അവിടുത്തെ തന്നെ നോക്കിക്കൊള്ളുക, ഈശോയെ തന്നെ നോക്കിക്കൊള്ളുക, പ്രകാശം വരും. ഈ പൊട്ടിച്ചെറിയാനും തകർത്തെറിയാനും ഉന്തി വീഴ്ത്താനും ഒക്കെ ആളുകളുണ്ടാവും. വീണ് കിടക്കുന്നത് കണ്ടിട്ട് ചിരിക്കാൻ ആൾക്കാരുണ്ടാവും. തന്നെ എഴുന്നേറ്റോന്നും പറഞ്ഞിട്ട് വെല്ലുവിളിക്കുന്ന ആൾക്കാരുണ്ടാകും. നിനക്ക് ഇങ്ങനെ തന്നെ വേണം എന്നൊക്കെ പറഞ്ഞ് വീണപ്പോൾ അതിൻ്റെ മേലേക്ക് ഒരു കല്ലും കൂടെ എടുത്തിടുന്നവരുണ്ടാകാം. നീ കൈ നീട്ടിയിട്ട് പോലും കൈ തട്ടി മാറ്റുന്നവരുണ്ടാകാം.
അവിടുത്തെ നോക്കുക. സങ്കീർത്തനം 34:5 അവിടുത്തെ നോക്കിയവർ പ്രകാശിതരായി. സഹായിക്കുമെന്ന് വിചാരിച്ച ആളുകളുടെ കൈ മടങ്ങി നിൽക്കുന്ന കണ്ടപ്പോൾ, കൈ കെട്ടി നിൽക്കുന്ന സമയത്ത് അത് കണ്ട് നീ സങ്കടപ്പെട്ടില്ലേ? കൈ വിരിച്ചു പിടിച്ചു നിൽക്കുന്ന ഒരാളെ നോക്കാവോ? ഈശോയാണ്. നെഞ്ചോട് ചേർത്ത് പിടിച്ചോളാം, കൂടെ ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇപ്പം തിരിഞ്ഞു നിൽക്കുന്നവരെ അവരുടെ നെഞ്ച് കാണാൻ പറ്റുന്നില്ല. നിനക്ക് കണ്ണ് തുറന്നിട്ടൊന്ന് കുരിശിലോട്ട് നോക്കാവോ? നിന്നോടുള്ള സ്നേഹത്തെ പ്രതി നെഞ്ച് തുറന്നിട്ടിരിക്കുന്ന കർത്താവിനെ കാണാൻ പറ്റും. നിന്റെ കൂടെ നടന്നോളാം എന്നൊക്കെ പറഞ്ഞിട്ട് വഴിക്കിട്ടേച്ച് പോയവരെ ഓർത്തിട്ട് നീ സങ്കടപ്പെടുന്നില്ലേ? കുഞ്ഞെ, കുരിശിലേക്ക്, മുറിവേറ്റ കാലുകളിലേക്ക് നോക്കണം. നിനക്ക് വേണ്ടി ഇനിയും നടക്കാൻ ഞാനിവിടെ ഉണ്ടടാ മോനെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഈശോയാണ് നിന്റെ കൂടെ ഉള്ളത്. വേദനിച്ചേക്കല്ലേ. നീ മാത്രമേ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞ് മാറ്റി നിർത്തിയവരൊക്കെ ഉണ്ടല്ലോ. സ്നേഹിക്കൂ എന്നൊക്കെ പറഞ്ഞ് കൂടെ നിർത്തിയവരൊക്കെ ഉണ്ടല്ലോ. നമ്മൾ ഇവരെ മാത്രമേ സ്നേഹിക്കുള്ളൂ എന്ന് പറഞ്ഞ് ബാക്കി എല്ലാവരെയും നമ്മൾ മാറ്റി നിർത്തി. ഇപ്പം അവരും കൂടെ നമ്മളെ മാറ്റി നിർത്തുന്നുണ്ട്. പക്ഷേ ഈ കുരിശിൽ കിടന്നുകൊണ്ട് പ്രാണവേദന പെടയുന്ന സമയത്തും നിന്നെ നോക്കി നിന്നോടുള്ള സ്നേഹം കൈവിരിച്ച് പിടിച്ച് കാണിച്ചു ചേരുന്ന ഈശോയും കൂടെ ഒന്ന് നോക്കാമോ? അവിടുത്തെ നോക്കിയവർ പ്രകാശിതരായി. വീണ്ടും എഴുന്നേൽക്കണമെങ്കിൽ, വെളിച്ചം കിട്ടണമെങ്കിൽ, ഈ ഒറ്റപ്പെട്ട് നിൽക്കുന്ന ഒറ്റമരമേ നീ ആരെ നോക്കണം? ഈശോയെ നോക്കണം. വളരുന്നേ, വേരാഴ്ത്തി വളരും. ഈശോയെ നിങ്ങൾക്ക് ആശ്രയിക്കാൻ പറ്റുമെങ്കിൽ ഇന്ന് രാത്രിയിൽ കിടന്നുറങ്ങുന്നതിന് മുമ്പ് ഈ ബോധ്യം നിങ്ങളുടെ ഉള്ളിലോട്ട് നിറയട്ടെ. ഇങ്ങനെ പൊട്ടിച്ചെറിഞ്ഞാലും തകർത്തെറിയാൻ വേണ്ടിയിട്ട് ലോകം ശ്രമിച്ചാലും ഈശോയിൽ ആശ്രയിക്കുന്ന ഒരു കുഞ്ഞ് വീണ്ടും തഴച്ച് വളരും. ഈ പ്രതികൂല സാഹചര്യങ്ങളിൽ വളരാൻ നിനക്ക് സാധിക്കട്ടെ. അത് ഈ കഴിഞ്ഞ ഒരു ദിവസം നമ്മൾ പറഞ്ഞതുപോലെ ഈ ഈ ഇഷ്ടമില്ലാത്ത സ്ഥലങ്ങളിൽ പോലും പടർന്ന് പന്തലിക്കാൻ വേണ്ടി ഈശോ നിന്നെ സഹായിക്കട്ടെ. സങ്കീർത്തനം 34:5 ഹൃദയത്തിൽ ഏറ്റെടുക്കണം. 1 രാജകുമാർ 17-ാമത്തെ അധ്യായം വായിക്കണം. സാധിക്കുന്ന എല്ലാവരിലേക്കും ഈ ഒരു ടോക്ക് നിങ്ങളെ ഷെയർ ചെയ്ത് കൊടുക്കണം. ഈശോ നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.